കേരളത്തിൽ പൂരം, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരുടെ മാത്രം ഉള്ള ഒരു പൂരമല്ല അത്. നമുക്കറിയാം, ലോകത്തിന് കേരളത്തെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സാംസ്കാരിക മുദ്രകളിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ബിംബം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഇത്രയും വലിയൊരു ആഘോഷം കേരളത്തിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടേ മറ്റൊന്നുള്ളൂ. ആലപ്പുഴയിലെ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, അതേപോലെ ആറാട്ടുപുഴ വള്ളംകളി, ഇങ്ങനെ ആറന്മുള വള്ളംകളി തുടങ്ങിയിട്ടുള്ള വള്ളംകളികൾ, ഇതൊക്കെ ലോകത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ പരിചയപ്പെടുത്തുന്ന മഹത്തായ നമ്മുടെ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ മകുട ഉദാഹരണങ്ങളാണ്. തൃശ്ശൂർ പൂരം ഹൈന്ദവ ആചാരങ്ങളുടെയും ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക മാനബിന്ദുക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന പൂരം തന്നെയാണ്. അതിൽ വിശ്വാസ സംബന്ധമായ, ആചാര സംബന്ധമായ, പവിത്രമായ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ പൂരം പൊതുസമൂഹത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. ആനകളും കുടമാറ്റവും അതേപോലെ വരവും, നമ്മുടെ മടത്തിൽ വരവും അതുപോലുള്ള മേളവാദ്യങ്ങളും ഇതൊക്കെ അടങ്ങുന്ന തൃശ്ശൂർ പൂരം യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം എന്ന് പറയാൻ നിവൃത്തിയില്ല. മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റിയ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം പതിറ്റാണ്ടുകളായിട്ട് തൃശ്ശൂർ നടന്നു വരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ നടന്നു വരികയാണ്. എന്നാൽ ഇന്നലെ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചു. കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന, അതായത് കുടമാറ്റത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ കണ്ടത് തൃശ്ശൂർ പൂരമല്ല, പോലീസിന്റെ പൂരമാണ്. ഭ്രാന്ത് പിടിച്ച പോലെ പോലീസുകാർ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചു എന്ന് വേണം കാണാൻ. പോലീസ് സ്വമേധയാ എടുത്ത നടപടിയായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. മടത്തിൽ വരവ് ആ നടുവിലാലിൽ എത്തുമ്പോൾ വടം കെട്ടി ആളുകളെ പൂരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കുന്നതിന് തടസ്സമായിട്ട് പോലീസ് നിന്നു. ആരുടെ തീരുമാനപ്രകാരമാണ് അവിടെ വടം കെട്ടി പൂര പ്രേമികളെയും ഭക്തജനങ്ങളെയും ഒക്കെ തടഞ്ഞത് എന്ന് വ്യക്തമാക്കേണ്ടത് പോലീസ് കമ്മീഷണറാണ്. എന്നാൽ പോലീസ് കമ്മീഷണർ ഇതേ സമയം വരെ ഒരക്ഷരം ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് ഉത്തരം പറഞ്ഞിട്ടില്ല. ദേവസ്വം ഭരണാധികാരികൾ ഈ വിഷയമുണ്ടായ സമയം മുതൽ തുടർച്ചയായി 3 മണിക്കൂർ സമയം ഈ പോലീസ് കമ്മീഷണറെ ടെലഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് 3 മണിക്കൂർ സമയം ഈ മനുഷ്യൻ ടെലഫോൺ അറ്റൻഡ് ചെയ്തില്ല. ധിക്കാരപൂർണമായ ധാർഷ്ട്യത്തോടു കൂടിയിട്ടുള്ള സമീപനം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ആചാരത്തിന് നേതൃത്വം കൊടുക്കുന്ന, ആചാര സംബന്ധമായ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. ആനയ്ക്ക് മുമ്പിൽ വിളക്ക് പിടിച്ച് കോലത്തിന് അകമ്പടി സേവിക്കുന്ന വാര്യരെ അടക്കം പോലീസ് തല്ലിച്ചതച്ചു. ക്രൂരമായ രീതിയിൽ പോലീസ് മർദ്ദനം നടന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഇത് തൃശ്ശൂരിലെ ചരിത്രത്തിലാദ്യമാണ്. ഇത് ആരുടെ അജണ്ടയാണ്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസിന് ഇത്തരം ധിക്കാരപരമായ ഒരു നടപടി സ്വീകരിക്കാൻ എവിടെ നിന്നാണ് പോലീസിന് ധൈര്യം കിട്ടിയത്? ഇത് പോലീസിന്റെ ഏകപക്ഷീയമായ ഒരു നിലപാടായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഹൈന്ദവ സംഘടനകൾക്ക് കുറെ കാലമായിട്ട് കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, നമ്മുടെ സാംസ്കാരികമായ മാനബിന്ദുക്കൾ, ഇതിനെതിരായി നിരന്തരം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ ഹിന്ദു ഐക്യവേദിക്കാവൂ, ഹൈന്ദവ സംഘടനകൾക്കാവൂ. ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല. തുടർച്ചയായി കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ, ഹിന്ദു സമൂഹത്തിന്റെ സാംസ്കാരിക മാനബിന്ദുക്കളെ, ഹിന്ദു സമൂഹത്തിന്റെ ആചാര സംബന്ധമായ നടപടിക്രമങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.